ഒരിടയ്ക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് വൈറലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു മുട്ടയുടെ വെള്ള, ഒരു സ്പൂൺ കാപ്പിപ്പൊടി, ഒപ്പം കുറച്ച് മഞ്ഞളും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എൻ്റെ ഫേസിനെ ഒന്ന് നോക്കുമായിരുന്നു. നമ്മുടെ ഫേസിൽ ടാനും പ്രസൻറ്റ് കണ്ടീഷൻ എന്തോ എൻ്റെ ഫേസിൻ്റെ, അതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നേക്കാട്ട് മുമ്പേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഞാൻ ടിഷ്യൂ ആയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത്. അത് കാരണം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇത് പുരട്ടേണ്ടത്, അതോ ഇച്ചിരി പുരട്ടിയിട്ട് ഒരു സെക്ഷനായിട്ട് പുരട്ടണോ എങ്ങനെയാണെന്നും ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഫുൾ ഫേസിൽ പുരട്ടി കഴിഞ്ഞിട്ടാണ് ടിഷ്യൂ ഓരോരോ സെക്ഷനായിട്ട് വെച്ചത്. നമുക്ക് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഈ ടിഷ്യൂ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. നല്ലപോലെ എല്ലാം ഫേസ് കവറാകണം, അതേ ഉള്ളൂ നമ്മളുടെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫുൾ ഫേസിൽ നമ്മൾ ടിഷ്യൂ വെച്ച് കവർ ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഇച്ചിരി ടിഷ്യൂ മുറിച്ച് പുരട്ടിയാലോ എങ്ങനെ പുരട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫുൾ ഫേസിൽ എന്തായാലും ടിഷ്യൂ വെച്ച് കവർ ചെയ്തു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ടിഷ്യൂ ഒട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഐഡിയ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇച്ചിരി ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ ഇത് ഒട്ടിക്കണ്ടേന്ന്. ഞാൻ ആദ്യം കുറേ പാടുപെട്ട് കേട്ടോ. എന്തായാലും അറ്റ് ലാസ്റ്റ് ഞാൻ ഒപ്പിച്ചെടുത്ത് എല്ലാം ഫുൾ ഫേസിൽ ഞാൻ എന്തായാലും പുരട്ടി. ടിഷ്യൂ ഞാൻ ഫാനും ഓണായിരുന്നു, അത് കാരണം ഇതിങ്ങനെ പറന്ന് പോകുമായിരുന്നു. എന്തായാലും എങ്ങനെ സ്ട്രഗിൾ ചെയ്താലും കൊള്ളാം, നമ്മളിത് ഒപ്പിച്ചെടുത്തു. ബാക്കി വരുന്ന പാക്ക് ഒട്ടും കളയണ്ട കേട്ടോ. 2-3 കോട്ടിംഗ് ആയിട്ട് ഫേസിൽ തന്നെ പുരട്ടിയാൽ മതി. അപ്പോൾ എന്താണ്ട് നമ്മളൊരു ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തോട്ട് ദിയ വന്ന്, അമ്മ എനിക്കൂടെ ഒന്ന് ഫേസ് പാക്ക് പുരട്ടി തരുമോ. ദിയക്ക് ഈ ഫേസ് പാക്ക് അല്ല കേട്ടോ, ഞാൻ ഹോം മെയ്ഡായിട്ടൊരു പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കാണ് ഞാൻ ദിയക്ക് പുരട്ടുന്നത്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കും ഇങ്ങനെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പം പിള്ളേരായതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ സാധനം ഫേസിൽ ട്രൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് സെപ്പറേറ്റ് ഒരു ഹോം മെയ്ഡായിട്ട് നമ്മളൊരു പാക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അവൾക്കും ഫുൾ ഫേസിൽ ഞാൻ പുരട്ടി കൊടുത്തു. അവളും കുറച്ച് വെയിറ്റ് ചെയ്തു. ഡ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇത് നല്ലപോലെ ഇളകി ബ്ലാക്ക് ഹെഡ്സ് എല്ലാം നമ്മൾ ഫേസിൽ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ദിയനെ എളുപ്പം കുളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ദിയയുടെ പെർഫോമൻസാണ്. അപ്പോൾ അങ്ങനെ ദിയനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ ഫേസ് നോക്കിയപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ, എളുപ്പം ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോഴത്തേനും വരും. അത് വലിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഫേസിൽ കുറേ എന്താ പറയുക, ടാനിന് നല്ല കുറവുണ്ടായിരുന്നു. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് വിസിബിളായിട്ടുള്ള റിസൾട്ട് കാണാനുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ഇത് ഇവിടെ വലിച്ച് ഊരാൻ നമുക്ക് അങ്ങനെ വേദനയൊന്നുമില്ല. അപ്പം ഇത് മാറ്റിയിട്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നു. ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി കൂടെ ഫേസ് ഒരു ബ്രൈറ്റ് ആയ പോലെ ഒരു ഷെയ്ഡ് ടാനിൻ്റെ കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് പാക്ക് എന്തായാലും ഈ ഒരു മാസ്ക് അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കെന്തായാലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും എന്തായാലും 100% റിസൾട്ട് കിട്ടും. സോ അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ പുരട്ടി കേട്ടോ. എനിക്ക് എൻ്റെ ഫേസിന് കൈ മാറ്റാൻ തോന്നില്ലായിരുന്നു. ഒരു ഫേസിലൊരു പ്ലം പോലെ നമ്മൾ തൊടുമ്പോൾ നല്ല സോഫ്റ്റും നല്ലൊരു അതുണ്ടായിരുന്നു ഫേസിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.